വീടുകളിലുൾപ്പെടെ കസ്റ്റംസിന്റെ പരിശോധന തുടരുന്നു. ഇപ്പോൾ ദുൽഖർ സൽമാന്റെ വീട്ടിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി തത്സമയം പ്രേക്ഷകരിലേക്ക് മാതൃഭൂമി ന്യൂസിലൂടെ എത്തുകയാണ്. റിയ ബേബിയുണ്ട്. റിയ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി അവിടേക്ക് എത്തുകയാണ്. വിവരങ്ങൾ. ഇപ്പോൾ എളംകുളത്തുള്ള ദുൽഖർ സൽമാന്റെ വീട്ടിലേക്കാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കൂടി എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കസ്റ്റംസ് സംഘം മോട്ടോർ വാഹന വകുപ്പിനെയും അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരെയും വിവരങ്ങൾ അറിയിച്ചിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി ഇവിടേക്ക് നമുക്കറിയത്തില്ല, നമ്മളിപ്പോ വന്നേ ഉള്ളൂ. അല്ല, ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അറിയിച്ചിട്ട് വന്നേക്കുന്നത്. വിദേശത്തുള്ള വാഹനങ്ങൾ ഉണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത്. അല്ല, അത് നമുക്ക് ധാരണയില്ല, നമ്മളിപ്പോ വന്നേ ഉള്ളൂ. നമ്മൾ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. കസ്റ്റംസിന്റെ പരിശോധന ഉണ്ടെന്നാണോ? നമ്മളിപ്പോ വന്നേ ഉള്ളൂ, നമുക്ക് അറിയത്തില്ല, നമുക്ക് കഥകൾ അറിയത്തില്ല. അത് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് വന്നേക്കുന്നത്. സാറേ, ഇത്തരം തട്ടിപ്പുണ്ടെന്നൊരു വിവരം നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു. ഈ കേസിലല്ല, മറ്റു കേരളത്തിൽ പലയിടങ്ങളിലും. മേഡം, നമുക്ക് അറിയത്തില്ല, നമ്മൾ വന്നേ ഉള്ളൂ. എന്താ നമ്മൾ അകത്തോട്ട് ചെന്നിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ ചെല്ലട്ടെ, നമുക്ക് അറിയത്തില്ല. മോട്ടോർ വകുപ്പ് വരുന്നതിന്റെ കാര്യം മാറിക്കുന്നു. സാറേ, വണ്ടി ഇട്ടേക്ക് പോലെ. കൊച്ചിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ്. റിയ തുടരാം. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് കസ്റ്റംസ് ആവശ്യപ്പെട്ട പ്രകാരമല്ല, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അറിയിച്ചതനുസരിച്ചാണ് ഇവിടേക്ക് വന്നത് എന്നതാണല്ലോ. അതെ, അക്കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ എന്തെങ്കിലും പ്രതികരണം നൽകണമെങ്കിൽ തനകത്ത് കയറി പരിശോധിക്കണം, വിവരങ്ങൾ ശേഖരിക്കണം എന്നതാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. എന്തായാലും ഒരു വിവരങ്ങൾ വകുപ്പിൽ നിന്ന്, മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് അറിയിച്ചതനുസരിച്ച് ഈ വീട്ടിലേക്ക് എത്തുന്നു, പരിശോധന നടത്തുന്നു, വിവരങ്ങൾ ശേഖരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കൂടുതൽ കാര്യങ്ങളിൽ ഒരു വിശദീകരണമോ പ്രതികരണമോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. എന്തായാലും ഇപ്പോൾ കസ്റ്റംസിന്റെ പ്രിവന്റീവ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് പുറമെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കൂടി എളംകുളത്തുള്ള ദുൽഖറിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പനമ്പള്ളി നഗറിൽ കസ്റ്റംസ് പ്രിവന്റീവ് സംഘത്തിന്റെ ഉദ്യോഗസ്ഥർ സമാനമായി തന്നെ പരിശോധന നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ എത്തിച്ച വാഹനം അവിടെ ഉണ്ടോ, നിസാൻ വാഹനം അവിടെ ഉണ്ടോ എന്നതാണ് അവിടെയും പരിശോധിക്കുന്നത്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന കൂടി ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം. അല്പസമയം മുമ്പാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, 2 ഉദ്യോഗസ്ഥർ എളംകുളത്തെ വീട്ടിലെത്തുകയും വീടിനകത്തേക്ക് കയറുകയും ചെയ്തത്. അവരുടെ കൂടി പരിശോധന ഈ വിഷയത്തിൽ ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും മോട്ടോർ വാഹന വകുപ്പും കസ്റ്റംസ് സംഘവും ഈ വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തുകയാണ്. ഇതിൽ ഇനി അറിയാനുള്ളത്, ഇടനിലക്കാർ ഏതു രീതിയിലാണ് വാഹനങ്ങൾ ഇവിടേക്ക് എത്തിച്ചത്, അത് വാങ്ങിച്ച ഉടമകൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും അറിവുണ്ടോ, എന്ത് തരത്തിലുള്ള ഇടപാടുകളാണ്, നികുതി വെട്ടിപ്പാണ് ഇതിൽ നടന്നത്, എത്ര തുകയുടെ നികുതി വെട്ടിപ്പ് നടന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി മനസ്സിലാക്കാനുണ്ട്. എന്തായാലും ഈ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ എന്ന വ്യാജേനെ പോലും മറ്റു വ്യാജരേഖകളൊക്കെ ചമച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നതുകൂടിയാണ് കസ്റ്റംസ് സംഘം വ്യക്തമാക്കുന്നത്. അത് 15ഓളം നിയമ ലംഘനങ്ങൾ നടന്നു എന്നതാണ് കസ്റ്റംസ് സ്ഥിരീകരിക്കുന്നത്. വാഹന ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട്, ഇറക്കുമതി എന്ന് പറയാനും കഴിയില്ല, ഇപ്പോൾ വ്യാജമായി എത്തിക്കുകയായിരുന്നു. കള്ളക്കടത്താണ് സംഭവിച്ചിരിക്കുന്നത്. അതിലൊരു വാഹനം ദുൽഖർ സൽമാൻ വാങ്ങിയിട്ടുണ്ട്. ആ വാഹനം സിനിമയിൽ ഉപയോഗിച്ചു എന്നുൾപ്പെടെ കസ്റ്റംസ് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. അതിനിടയിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധനകൾക്കായി എത്തിയിരിക്കുന്നത്. രാഗിൻ കൂടിയുണ്ട്. രാഗിൻ, ദുൽഖറിന്റെ വാഹനം സിനിമയിൽ ഉപയോഗിച്ചു എന്നതുൾപ്പെടെ തെളിവായി കണ്ടെത്തിയിരിക്കുകയാണ് കസ്റ്റംസ്. തീർച്ചയായും കസ്റ്റംസ് വ്യക്തമാക്കുന്ന കാര്യം ഇതാണ്. അതായത് ഭൂട്ടാനിൽ നിന്ന് പഴയ വാഹനങ്ങൾ കസ്റ്റംസ് ഡ്യൂട്ടി അടക്കം അടയ്ക്കാതെ ഇവിടേക്ക് കടത്തിക്കൊണ്ടുവരുന്ന വലിയൊരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കസ്റ്റംസിന് വ്യക്തമായിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി വരികയായിരുന്നു. ആ റാക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ ഈ വാഹനങ്ങൾ എത്തിച്ച ശേഷം ഇത്തരത്തിൽ വ്യാജരേഖ നിർമ്മിക്കുന്നുണ്ട്. അതായത് ഇന്ത്യൻ ആർമിയുടെയും അതോടൊപ്പം തന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെയും ഒക്കെ വ്യാജരേഖകൾ നിർമ്മിച്ച് ഇത് വിറ്റതായി കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇത് മറ്റുള്ളവരിലേക്ക്
കൈമാറുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിൽക്കുകയാണ് ഉണ്ടാകുന്നത്. വലിയ വിലയ്ക്ക് വിൽപ്പന നടത്തുന്നു. അങ്ങനെ വിൽപ്പന നടത്തി കിട്ടിയ വാഹനങ്ങൾ ഈ സിനിമാ താരങ്ങൾക്കടക്കം ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്നതാണ് കസ്റ്റംസിന്റെ കണ്ടെത്തലായി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനങ്ങൾ സീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ദുൽഖറിന്റെ അടക്കം പക്കൽ ഇത്തരം വാഹനങ്ങളുണ്ട് എന്നതാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് അവിടെ നിന്ന് മാറ്റിയോ എന്നതടക്കമുള്ള സംശയങ്ങൾ കസ്റ്റംസിനുണ്ട്. അത് വരും മണിക്കൂറുകളിൽ മാത്രമേ അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം കസ്റ്റംസ് സംഘം നൽകുകയുള്ളൂ. എന്തായാലും ഇതിന് പിന്നിൽ വലിയൊരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കസ്റ്റംസ് വ്യക്തമാക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റാക്കറ്റുമായി ഇത്തരം ആളുകൾക്ക് എത്രത്തോളം ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് വാങ്ങിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കിട്ടണം. അതോടൊപ്പം തന്നെ ഈ ദുൽഖറിന്റെ അടക്കം വിവിധ സിനിമകളിൽ ഇത്തരം വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങൾ, റാക്കറ്റുകാർ കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങൾ ഈ സിനിമകളിൽ അടക്കം ഉപയോഗിച്ചിട്ടുണ്ട് എന്നും കസ്റ്റംസ് വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇത് സംബന്ധിച്ചുള്ള പരിശോധന കസ്റ്റംസ് നടത്തി വരികയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള റെയ്ഡിലേക്ക് കേരളത്തിൽ തന്നെ ഏകദേശം വിവിധ ഇടങ്ങളിൽ ഏകദേശം 30ഓളം ഇടങ്ങളിൽ റെയ്ഡുകൾ നടക്കുകയാണ്. അങ്ങനെ ഈ വാഹനങ്ങൾ സീസ് ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ഏകദേശം 200-ലധികം വാഹനങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ ഇങ്ങനെ കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങൾ ഓടുന്നുണ്ട് എന്നതാണ് കണ്ടെത്തൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധന നടക്കുന്നത്. ഇപ്പോൾ അവിടെ മോട്ടോർ വാഹന വകുപ്പ് എത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇത്തരം വാഹനങ്ങൾ ഇവിടെ റോഡ് നികുതി അടക്കം അടയ്ക്കുന്നില്ല എന്നതാണ് കണ്ടെത്തലായി വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വിവരങ്ങൾ കസ്റ്റംസ് മോട്ടോർ വാഹന വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ഇത്തരത്തിൽ അവിടെ പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു സംയുക്ത ഓപ്പറേഷൻ ഇതിൻ്റെ ഭാഗമായി നടക്കുകയാണ്. ഇപ്പോൾ കസ്റ്റംസ് ഉണ്ട്, മോട്ടോർ വാഹന വകുപ്പ് ഉണ്ട്. എന്തായാലും കസ്റ്റംസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടുള്ള പരിശോധനകൾ തുടക്കം മുതലേ നടത്തി വന്നിരിക്കുന്നത്. അങ്ങനെ ഈ കടത്തു വാഹനങ്ങളടക്കം പലയിടങ്ങളിലേക്കും പലരുടെയും കയ്യിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ പോയ വഴികൾ, അതോടൊപ്പം തന്നെ ഈ നികുതി വെട്ടിപ്പ്, കൂടാതെ വ്യാജരേഖ ചമക്കൽ, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് പരിശോധന. ഗൗരവതരമായ കണ്ടെത്തലുകൾ കസ്റ്റംസ് നടത്തിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പ്രമുഖ നടന്മാരുടെ വീട്ടിലുൾപ്പെടെ പരിശോധന നടക്കുന്നത്. ഭൂട്ടാൻ